ഹായ്, ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന മൈക്രോ ഇക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ മാർക്കറ്റ് എന്താണ്, ഇക്വിലിബ്രിയം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ പറ്റുന്നതല്ലേ, മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ 5th ചാപ്റ്റർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് ഞാൻ ചുരുക്കി എഴുതുകയാണ് EQM എന്ന് കേട്ടോ. ഇക്വിലിബ്രിയം ഇസ് ഡിഫൈൻഡ് ആസ് സ്റ്റേറ്റ് ഓഫ് ബാലൻസ്. സ്റ്റേറ്റ് ഓഫ് ബാലൻസ് എന്തിൻ്റെ ബാലൻസ് ആണ്? ബിറ്റ്വീൻ ടു ഓപ്പോസിങ് ഫോഴ്സസ് ആണ് അല്ലേ? രണ്ട് എതിരായിട്ടുള്ള ശക്തികൾ തമ്മിലുള്ള ബാലൻസിനെയാണ് സന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നത്. ബാലൻസ്, തുലനാവസ്ഥ അഥവാ സന്തുലിതാവസ്ഥ എന്നൊക്കെയാണ് മലയാളമായിട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഓപ്പോസിങ് ഫോഴ്സസ് എന്താണ്? മാർക്കറ്റിൽ രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും ആണല്ലേ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിമാൻഡും സപ്ലൈയും വിളിക്കുന്ന പേര് മാർക്കറ്റ് ഫോഴ്സസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മാർക്കറ്റ് ഫോഴ്സസ്. എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഡിമാൻഡ് വരുന്നത് ബയേഴ്സ് അഥവാ കൺസ്യൂമേഴ്സ് സൈഡിൽ നിന്നും, സപ്ലൈ വരുന്നത് സെല്ലേഴ്സ് അഥവാ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നുമാണ് അല്ലേ? അപ്പം രണ്ട് ഡിമാൻഡ് കൺസ്യൂമേഴ്സിന് എപ്പോഴും അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതേപോലെ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യവും ഈക്വൽ ആകുന്നിടത്താണ് എന്ത് വരുന്നത്? മാർക്കറ്റ് ഇക്വിലിബ്രിയം ഫിക്സ് ചെയ്യപ്പെടുന്നത്. നമുക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് ഡിഫൈൻഡ് ആസ് it is defined as a state of balance or situation where all firms satisfies all firms reaches എന്ന് പറയാം, reaches its objectives. എല്ലാ ഫേമുകളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അല്ലേ? അപ്പോൾ all firms reaches its objectives and all consumers reaches maximum satisfaction. അതായത് state of balance or situation where all firm reaches its objective and all consumers reaches maximum satisfaction. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെർ ബൈ ദ ഡിമാൻഡ് ഈക്വൽസ് സപ്ലൈ. സിംപ്ലി ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ വെയർ ഡിമാൻഡ് equals supply. ഡിമാൻഡ് സപ്ലൈക്ക് തുല്യമാകുന്ന പോയിന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് എ പൊസിഷൻ വെയർ ഡിമാൻഡ് ഈക്വൽസ് സപ്ലൈ. നമുക്കിതിന് ഡിമാൻഡിൻ്റെ ഫംഗ്ഷനും സപ്ലൈയുടെ ഫംഗ്ഷനും എഴുതി നോക്കാം അല്ലേ? അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആൾജിബ്രിക്കലി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. എന്താണ്
നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ഒരുപാട് ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഏറ്റവും ചുരുക്കിയിട്ട് എഴുതുന്നത് ഫങ്ഷൻ ഓഫ് പ്രൈസ്. ക്യു ഡി ഈസ് എഫ് ഓഫ് പി എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് എന്ത് എഴുതാം? ക്യു ഡി ഈസ് ഈക്വൽ ടു ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. പി സ്റ്റാർ എന്ന് എഴുതാം നമുക്ക്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. ഇനി പി സ്റ്റാർ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫങ്ഷൻ ഓഫ് പി എന്ന് എഴുതിയാലും മതി. ഓക്കെ, സ്റ്റാർ കണ്ടിട്ട് ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ നമുക്ക് ഇനി സപ്ലൈ എങ്ങനെയാണ് എഴുതുക? സപ്ലൈയിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് പ്രൈസ്. അപ്പോൾ അതിനെയും ക്വാണ്ടിറ്റി സപ്ലൈഡും നമ്മൾ ചുരുക്കിയിട്ട് സപ്ലൈ ഫങ്ഷൻ എഴുതുന്നത് എന്താണ്? ക്യു എസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പി എന്നാണ് അല്ലേ. ക്യു എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് പി എന്നാണ് നമ്മൾ ചുരുക്കി എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇക്വിലിബ്രിയം അറ്റ് ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അറ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. അതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇനി നമുക്കിതിൻ്റെ ഒരു ഡയഗ്രാം വരച്ച് നോക്കാം അല്ലേ. അപ്പം ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫ് രൂപത്തെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതേപോലെ സപ്ലൈ ഷെഡ്യൂളിൻ്റെ ഗ്രാഫ് രൂപത്തെയാണ് സപ്ലൈ കർവ് എന്ന് വിളിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഡിമാൻഡും സപ്ലൈയും കർവുകൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവിന് ഇവിടെ നമ്മൾ പ്രൈസ് ഓഫ് ദ കമോഡിറ്റിയാണ് എടുക്കുക. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഡിമാൻഡ് കർവ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. സപ്ലൈ കർവ് എന്താണ്? അപ്വേർഡ്, പോസിറ്റീവ് ഫങ്ഷൻ ഓഫ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ അപ്വേർഡ് സ്ലോപ്പിംഗ് പോയിൻ്റാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഇവിടെ അല്ലേ. പിന്നെ നമുക്ക് ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഇ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ ഉള്ള പ്രൈസ് നോക്കി പി സ്റ്റാർ എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് ആണ് പി സ്റ്റാർ. ഇതിൽ വാങ്ങുന്ന, അതായത് ഒരു ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് ക്യൂ സ്റ്റാർ എന്നും കൊടുക്കാം. അപ്പോൾ പി സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? പി സ്റ്റാർ ഈസ് ദ ഈക്വിലിബ്രിയം പ്രൈസ്. ക്യൂ സ്റ്റാർ എന്താണ്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും? ഈക്വിലിബ്രിയം പ്രൈസ്, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതേപോലെ ഇക്വിലിബ്രിയം മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് കണ്ടു അല്ലേ. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് ദ പൊസിഷൻ വെയർ ഡിമാൻഡ് ഈക്വൽസ് സപ്ലൈ. ഡിമാൻഡ് സപ്ലൈക്ക് തുല്യമാകുന്ന പൊസിഷനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഈക്വിലിബ്രിയം പ്രൈസിൽ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്? പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ഈക്വൽസ് സപ്ലൈ ഓഫ് എ കമോഡിറ്റി. അപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ദ പ്രൈസ് അറ്റ് വിച്ച് quantity demanded equals quantity supplied. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചോദനം ചെയ്യപ്പെടുന്നതും സപ്ലൈ ചെയ്യപ്പെടുന്നതും, ചോദനവും പ്രദാനവും തുല്യമാക്കുന്ന വിലയെയാണ് സന്തുലിത വില എന്ന് പറയുന്നത്. ദ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? ഈക്വിലിബ്രിയം പ്രൈസിനെ വിളിക്കുന്നത്.
ഇനി നമ്മൾ കാണേണ്ടത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണെന്നാണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ കഴിയുക? ദ ക്വാണ്ടിറ്റി ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് ലെവൽ ഓഫ് ഈക്വിലിബ്രിയം അല്ലേ, അല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ബോട്ട് അറ്റ് ഈക്വിലിബ്രിയം പ്രൈസ്. ഈക്വിലിബ്രിയം പ്രൈസിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന സാധനത്തിൻ്റെ അളവിനെയാണ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ the quantity of a product bought and sold വിൽക്കുകയും വാങ്ങുകയും bought and sold at equilibrium price is called equilibrium quantity. Equilibrium quantity എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചു, 3 അല്ല 4 കാര്യം. ഇക്വിലിബ്രിയം എന്താണെന്ന് കണ്ടു, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് കണ്ടു, അതേപോലെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും. ഇനി നമുക്ക് ഈ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ നിന്നും എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എക്സസ് ഡിമാൻഡ്, എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അധികം വരുന്ന അല്ലേ, അധിക ചോദനവും അധിക പ്രധാനവും എന്നാണ് എക്സസ് സപ്ലൈ. അധികം വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂടുതൽ ലെവലാണോ? അല്ല അല്ലേ. അതായത് നമുക്ക് ഈക്വിലിബ്രിയം ഇതിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. അതായത് നോക്കാം, നമ്മൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ, QD QS എന്ന് എഴുതിയാലും മതി അല്ലേ. അപ്പോൾ നമ്മളിതിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വരച്ചു, സപ്ലൈ കേവ് വരച്ചു, ഡിമാൻഡ് കേവും വരച്ചു. ഇത് ഡിമാൻഡ് കേവ്, ഇത് സപ്ലൈ കേവ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മീറ്റിംഗ് പോയിൻ്റാണ് എന്തായിട്ട് വരുന്നത്? ഇക്വിലിബ്രിയം ആയിട്ട് വരുന്നത് അല്ലേ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ നമ്മൾ Q സ്റ്റാർ എന്ന് വിളിച്ചിരുന്നു, ഇക്വിലിബ്രിയം പ്രൈസിനെ P സ്റ്റാർ എന്നാണ് വിളിച്ചത് അല്ലേ. രണ്ടും സ്റ്റാറാണ്. ഓക്കെ, ഇനി നോക്കൂ, സപ്പോസ് പ്രൈസ് കൂടുന്നു എന്ന് വിചാരിക്കാം. പ്രൈസ് കൂടുകയാണ്. അപ്പോൾ ഈ ഡിമാൻഡിനെ വിളിക്കുന്നത്, ഈക്വൽ ആവുന്ന ഡിമാൻഡിനെ വിളിക്കുന്ന പേര് ഇക്വിലിബ്രിയം, E എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ പ്രൈസ് അങ്ങ് കൂടുകയാണെന്ന് വിചാരിക്കാം. അതായത് P സ്റ്റാർ ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്നും വില കൂടി എത്രയാണ്? P1 ആയിട്ട് കൂടുന്നു എന്ന് വിചാരിക്കാം. അപ്പം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. സപ്ലൈ, ഇത്രയും സപ്ലൈ വരും അല്ലേ. വില കൂടുമ്പോൾ സപ്ലൈ കൂടും. അതേസമയം ഡിമാൻഡിന് എന്താണ് സംഭവിക്കുന്നത്? വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക അല്ലേ. ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്യും. അപ്പോൾ ഈ കൂടുതൽ വരുന്ന സപ്ലൈയെ വിളിക്കുന്ന പേരാണ് എക്സസ് സപ്ലൈ. അതായത് ഇക്വിലിബ്രിയം ഡിമാൻഡിൽ നിന്നും, ഇക്വിലിബ്രിയം ഡിമാൻഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും വില കൂടുമ്പോൾ മാർക്കറ്റിൽ സംജാതമാകുന്ന സിറ്റുവേഷൻ, അവസ്ഥയാണ് എക്സസ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അപ്പം വില കൂടുമ്പോൾ സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യും. അപ്പോൾ കുറയുന്ന ഡിമാൻഡിനേക്കാളും കൂടുതൽ വരുന്നത് എന്താണ്? വില, സപ്ലൈ ആണ് കൂടുന്നത് അല്ലേ. ഇനി വേറൊരു കണ്ടീഷൻ നോക്കാം നമുക്ക്. സപ്പോസ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് P2 ആകുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ്
P2 പ്രൈസ് ആണെന്ന് വിചാരിക്കാം. P2 പ്രൈസിൽ ഡിമാൻഡ് എത്രയാണ് വരുന്നത്? ഓക്കെ, വില കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഡിമാൻഡ് കൂടും അല്ലേ? ഡിമാൻഡ് കൂടും. അതേസമയം വില കുറയുമ്പോൾ സപ്ലൈക്ക് എന്ത് സംഭവിക്കും? സപ്ലൈ ഇത്രയേ ഉള്ളൂ അല്ലേ? അതായത് സപ്ലൈ കുറയും. Q1 Q2 എന്ന് കൊടുക്കാൻ നോക്കും. അപ്പോൾ സപ്ലൈ കുറയും, ഡിമാൻഡ് കൂടും. അപ്പോൾ വില കുറയുന്നതിൻ്റെ ഫലമായി ഡിമാൻഡ് കൂടുന്നതിനെ അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? എക്സസ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഡിമാൻഡാണ് കൂടുതൽ. അപ്പോൾ അതായത് ഇവിടുന്ന് ഇത്രയും എമൗണ്ട് എക്സസ് ഡിമാൻഡാണ് വില കുറയുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ 2 ഡയറക്ഷനിലേക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, 2 മൂവ്മെൻറ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാത്ത അവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ പോവാനും ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡ് അറിയപ്പെടുന്നത് എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്നുള്ള ഡീവിയേഷനായിട്ടാണ്. ഡീവിയേഷൻ, എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും. അപ്പോൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് ഡിക്രീസ് ഇൻ പ്രൈസ് ഇൻ മാർക്കറ്റ്, ഡിമാൻഡ് exceeds the supply. It is called excess demand. അതേസമയം excess supply എന്ന് പറയുന്നത് same market situation where price rises above the equilibrium price, supply exceeds that of demand, exceeds demand. So it is called excess supply. ഒന്നുകൂടെ പറയാം. ഇക്വിലിബ്രിയം സന്തുലിത വിലയേക്കാളും കൂടുതൽ വില മാർക്കറ്റിൽ വരുമ്പോൾ സപ്ലൈ കൂടുന്ന അവസ്ഥയെ അധിക പ്രധാനം എന്ന് വിളിക്കും. അതേസമയം വില കുറയുന്നതിൻ്റെ ഫലമായി ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കുറവായിട്ട് വില വരുമ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഈ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഈ 2 സിറ്റുവേഷൻസ് നമുക്ക് എഴുതാം. എന്താണ് വരുന്നതെന്ന്? എക്സസ് ഡിമാൻഡിനെ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ മാർക്കറ്റ് ഡിമാൻഡ്, എക്സസ് ഡിമാൻഡാണ്. എക്സസ് ഡിമാൻഡ് പറയുന്നത് സിറ്റുവേഷൻ where market demand is greater than market supply. മാർക്കറ്റ് സപ്ലൈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൈസ്, ഡ്യൂ ടു decrease in price. ഇനി എന്താണ് എക്സസ് ഡിമാൻഡ്? എക്സസ് സപ്ലൈ എന്താണ്? എക്സസ് സപ്ലൈ is a situation where market supply is greater than market demand. എന്തുകൊണ്ടാണ് വരുന്നത്? as a result of increase in price, more than equilibrium price അല്ലേ? ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് more than equilibrium price. ഇത്രയും കാര്യങ്ങൾ, അതായത് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നന്നായിട്ട് പഠിക്കുക.
താങ്ക് യു.